ഓക്കെ, നമ്മൾ ആംസ്ട്രോങ് നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പൈത്തോൺ പ്രോഗ്രാമിൽ. ഞാനിവിടെ ആംസ്ട്രോങ് നമ്പറിൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത്. എൻ്റെ സെയിം ഒരു പ്രോഗ്രാമും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പ്രോഗ്രാമാണ് കറക്റ്റെന്ന് നോക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. ഓക്കെ, ആംസ്ട്രോങ് നമ്പർ എന്ന് വെച്ചാൽ ഒരു നമ്പർ എടുക്കുവാണ്. ആ നമ്പറിൻ്റെ ഓർഡർ, അതായത് സം ഓഫ് ഡിജിറ്റ്സിനെ ഓരോ ഡിജിറ്റ് കൊണ്ടും പവർ ചെയ്യുമ്പോൾ കിട്ടുന്ന പവർ ചെയ്തിട്ട് സം എടുക്കുമ്പോൾ കിട്ടുന്ന നമ്പർ സെയിം ആയിരിക്കണം. ഓക്കെ, ഈ സെയിം നമ്പർ തന്നെ കിട്ടുവാണെങ്കിൽ അതൊരു ആംസ്ട്രോങ് നമ്പറാണെന്ന് പറയാം. ഇവിടെ 123 ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇവിടെ ഒരു 12 എന്ന നമ്പർ എടുത്തു. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് മീൻസ് 2 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ദെൻ 1 2 3 4, സോ ദ ഓർഡർ ഈസ് 4. ഓക്കെ, അപ്പോൾ എത്ര ഡിജിറ്റ്സ് ഉണ്ടോ, ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദെയർ ഇൻ ദ നമ്പർ, ദാറ്റ് ഈസ് കോൾഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഇനി ആ ഓർഡർ ഇപ്പോൾ 1 2 3 എന്ന നമ്പർ ആണെങ്കിൽ അപ്പോൾ അതിന് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റിന് ആ ഓർഡർ കൊണ്ട് ക്യൂബ് ചെയ്യുക. അതായത് 1 raised to 3 എന്ന് വെച്ചാൽ 1 into 1 ആണ്. 1 into ഞാനിവിടെ അപ്പാര ഇടുന്നേ ഉള്ളൂ. ദെൻ 2 അപ്പാര 3 മീൻസ് 2 to the power 3 is 2 into 2 into 2 ആണ്. സോ ഇതിൻ്റെ എല്ലാം ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ സെയിം നമ്പർ തന്നെ വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്താന്ന് പറയും, ആംസ്ട്രോങ് നമ്പർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ അതിൻ്റെ ഓർഡറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇവിടെ ഒരു ആംസ്ട്രോങ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കൊരു കാര്യം വേണ്ടത്, ഒന്ന് ഓർഡർ വേണം. ഓക്കെ, നമ്പർ ഓഫ് ഡിജിറ്റ്സ് എത്രയാണെന്ന് വേണം. രണ്ടാമത്തെ എന്താ വേണ്ടത്, ഓരോ ഡിജിറ്റിനെയും നമുക്ക് എടുക്കണം. 1 എന്ന് പറയുന്ന ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, 2 എന്ന് പറയുന്ന ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, 3 എന്ന് പറയുന്ന ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഇവിടെ എടുക്കണം അല്ലേ. എന്നിട്ട് ഈ 3 ഡിജിറ്റ്സ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും? നമ്മൾ മോഡ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ്. മോഡ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ %10 കൊടുത്താൽ നമുക്ക് മോഡ് മീൻസ് റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്, ഇതിൽ റിമൈൻഡർ 3 എന്ന് കിട്ടും. കറക്റ്റ്. ഇനി ഇതിനെ നമ്മൾ ഈ 123 നമ്പറിനെ അഗെയിൻ 123 ഡിവൈഡഡ് ബൈ 10. സോ ഈ പൈത്തോൺ പ്രോഗ്രാമിൽ നമ്മൾ ഡബിൾ ഡിവൈഡഡ് ബൈ കൊടുക്കും. അത് ഫ്ലോ ഓഫ് ഡിവിഷൻ എന്നാണ് ഈ ഡിവിഷനെ പറയുന്നത്. അതായത് അതിനെ റൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക, അപ്പോൾ റൗണ്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ ഇവിടെ 123 ഡിവൈഡഡ് ബൈ 10 ആകുമ്പോഴത്തേന് എന്താ കിട്ടുന്നത്, 112 എന്ന് കിട്ടും. ഇനി ഈ 12നെ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, 12 മോഡ് 10 ചെയ്യും. 12 മോഡ് 10 ചെയ്യുമ്പോഴത്തേനും റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്, 2 റിമൈൻഡർ കിട്ടും. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യും, ഈ 12നെ അഗെയിൻ ഡിവൈഡഡ് ബൈ 10 ചെയ്തു. 10 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, 1 എന്ന് കിട്ടും. ഓക്കെ, സോ 1 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ ലൂപ്പ് എക്സിറ്റ് ആവും. പിന്നെ 1ൻ്റെ ഇതാ ചെയ്യുന്നത്, 1 എന്ന് പറഞ്ഞ ഡിജിറ്റ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളുടെ ഈ നമ്പറിനെ നമുക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു, അതിന് ഓർഡർ 1 ആക്കി സെറ്റ് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഓർഡർ 1 ആണ്. 1 ഓർഡർ 0 ആയിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്തു. ഓർഡർ 1 ഫസ്റ്റ് ഓർഡർ. ഇനി ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ 10 ആകുമ്പോഴത്തേനും ഇവിടെ ഓർഡർ 2 ആവും. ഓർഡർ ഈസ് 2. അഗെയിൻ ഒരു കണ്ടീഷനും കൂടെ വരും ഇല്ലേ, 123
ഡിവൈഡ് ബൈ 10 വരുമ്പോഴത്തേനും ഇവിടെ 12 ഉണ്ട്. 12 ഡിവൈഡഡ് ബൈ 10 വരുമ്പോൾ 1 വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും അഗെയിൻ അത് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അടുത്തൊരു ഓർഡർ കൂടെ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓർഡറിൻ്റെ ഫസ്റ്റ് 0 ആയിട്ട് കൊടുക്കുന്നു, 0 ++1 എന്ന് കൊടുക്കുന്നു, ഓർഡർ പ്ലസ്. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാംസിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ആംസ്ട്രോങ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ഡിജിറ്റിൻ്റെയും ഓർഡറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ സം എന്ന് പറയുന്നത് ഈ സെയിം നമ്പർ തന്നെ കിട്ടുവാണെങ്കിൽ അതൊരു ആംസ്ട്രോങ് നമ്പറാണ്. നമുക്ക് പ്രോഗ്രാം ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഓർഡർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഫംഗ്ഷനിന് പുറത്താണ് ഞാൻ ഇവിടെ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ കൊടുക്കാം. ഒരു നമ്പർ ഇവിടെ ഇൻപുട്ട് ചെയ്യുന്ന ഒരു നമ്പർ ഇവിടെ വരും. അതിൻ്റെ ഓർഡർ ആദ്യമേ തന്നെ നമ്മൾ 0 എന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ആ നമ്പർ എന്താ ചെയ്യുന്നത്, നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് ഒരു ലൂപ്പ് കണ്ടീഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് ആ നമ്പർ ഇപ്പോൾ 123 ആണ് വന്നിരുന്നെങ്കിൽ 123 ഡിവൈഡഡ് ബൈ 10 അപ്പോൾ 12 കിട്ടും. അപ്പോൾ ഓർഡർ 1 ആക്കി നമ്മൾ കൊടുക്കും. ദെൻ അഗെയിൻ 12 നോട്ട് ഈക്വൽ ടു 0 വരും. ഇവിടെ 1 ആവും. ഓർഡർ 1 ആക്കി പ്രിൻ്റ് ചെയ്തു. അപ്പോൾ 2 ആയി ഓർഡർ. എഗെയിൻ 1 വരും. 1 നോട്ട് ഈക്വൽ ടു 0. പക്ഷേ ഇവിടെ കണ്ടീഷൻ ഒക്കറി ചെയ്യത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഓർഡർ പിന്നെ ഒന്നുകൂടെ ഇൻക്രിമെൻ്റ് ആവും. അങ്ങനെ ഓർഡർ 3 ആവും. പിന്നെ വരുമ്പോഴത്തേനും ഇവിടെ 1 മൈനസ് നമ്പറായി, ഒരു പോയിൻറ്റ് സംതിങ് വന്നു. അപ്പോൾ അതൊന്നും നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ റിട്ടേൺ ചെയ്തു, ഓർഡറിനെ റിട്ടേൺ ചെയ്തു. ഓക്കെ, അടുത്ത് നമ്മൾ ഈ ഓർഡർ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, അതായത് ഓർഡർ എന്ന് പറഞ്ഞാൽ റിട്ടേൺ കൊടുക്കുമ്പോൾ ആ ഒരു വാല്യൂ ആണ്, എത്രയാണോ ഓർഡർ കിട്ടിയത് അതാണ് റിട്ടേൺ ചെയ്യുന്നത്. അതിന് ഞാനിവിടെ ഒരു y എന്ന് പറയുന്ന വേരിയബിളിൽ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ y-ൽ ഇപ്പോൾ x എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ, y-ൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഓർഡർ അവിടെ വന്നു കഴിഞ്ഞു. ഇനി ഞാൻ z ഈക്വൽ ടു x എന്ന് കൊടുക്കാൻ കാരണം ഈ ഒറിജിനൽ നമ്പർ നമ്മളിവിടെ ഇനി വീണ്ടും എഗെയിൻ നമുക്ക് സമ്മ് കാണണം. അതായത് ഓരോ ഡിജിറ്റ് നമുക്ക് എടുക്കണം. ഓരോ ഡിജിറ്റിൻ്റെ പവർ എടുത്തിട്ട് അത് സമ്മ് കാണണം. അപ്പോൾ ഞാൻ ഒറിജിനൽ നമ്പറിനെ സേഫ് ആക്കി ഒരു z എന്ന് പറയുന്ന വേരിയബിളിൽ സേവ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ സമ്മ് ഫസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നു, 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിട്ട് 0+ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേനും മാത്രമേ നമുക്ക് ആ ഒരു വേരിയബിളിലേക്ക് അടുത്തൊരു വേരിയബിൾ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ, ഓപ്പറേഷൻ വാല്യൂസിൻ്റെ അടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യും. ഇനി ദാറ്റ് നമ്പർ, ഈ x എന്ന് പറയുന്ന നമ്പർ നോട്ട് ഈക്വൽ ടു 0, അപ്പോൾ ഈക്വൽ ടു 0 അല്ലെങ്കിൽ വരുവാണെങ്കിൽ അത് എക്സിറ്റ് ആവും, ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ റിമൈൻഡർ കണ്ടെത്തുക. റിമൈൻഡർ കണ്ടെത്തുന്നത് ആ നമ്പറിൻ്റെ മോഡ് ഓപ്പറേഷൻ, അതായത് മോഡ് x മോഡ് 10 ചെയ്യും. അപ്പോൾ ഒരു റിമൈൻഡർ നമുക്ക് കിട്ടും. ആ റിമൈൻഡറിനെ നമ്മളിപ്പോൾ ഓർഡർ കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. ഇവിടെ നമ്മൾ 123 ആണെങ്കിൽ 3 ആണ് ഇവിടെ കിട്ടുന്നത്. 3ന് ഇവിടെ എന്താണോ ഓർഡർ കിട്ടിയത് 3 ഇൻറ്റു മീൻസ് പവറാണ്, 3 to the power 3 ചെയ്തു, സമ്മിലേക്ക് ആഡ് ചെയ്ത് വെച്ചു. ഇനി വീണ്ടും ഈ നമ്പറിനെ എന്ത് ചെയ്തു, 12 ആക്കി. അതായത് അത് ഡിവൈഡഡ് ബൈ 10 എടുത്തു, അങ്ങനെ 12 ആക്കി. 12 നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇവിടെ കണ്ടീഷൻ ട്രൂ ആയി. വീണ്ടും 12 മോഡ് വരുമ്പോഴത്തേന് 2 കിട്ടും. 2നെ വീണ്ടും എഗെയിൻ ഈ നമ്പർ കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. അതും നേരത്തെ ഉണ്ടായിരുന്ന നമ്പറിൻ്റെ സമ്മും കൂടെ ആഡ് ചെയ്ത് ഒരു സം ഇവിടെ ഈ സം എന്ന് പറഞ്ഞ വേരിയബിളിൽ വെച്ചു. എഗെയിൻ 1 വന്നു. 1 എന്ന് പറഞ്ഞ ഡിജിറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. 1 ഡിവൈഡഡ് ബൈ 10 അവിടെ ഇത് വരത്തില്ല. അവിടെ റിമൈൻഡർ 1 എന്ന് വന്നു. 1നെ വീണ്ടും എഗെയിൻ 3 കൊണ്ട് ഇൻഡ്യൂ, അതായത് 1ൻ്റെ പവർ 3 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ആ 1 കൂടെ ഇവിടെ സമ്മായി വരും. ഓക്കെ, അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി സിമ്പിളാണ്. അതായത് നമ്മൾ ഒറിജിനൽ നമ്പറും ഈ സമ്മും കാൽക്കുലേറ്റ് ചെയ്ത സമ്മും ഈക്വൽ ആണെങ്കിൽ അത് ആംസ്ട്രോങ് നമ്പറാണ്. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു നമ്പർ
ഞാൻ 153 എന്ന് പറയുന്ന ഒരു ആംസ്ട്രോങ് നമ്പറാണ് അത് കൊടുത്തു. അത് ആംസ്ട്രോങ് ആണ്. അതുപോലെ തന്നെ 407 എന്ന് പറഞ്ഞ നമ്പറും ആംസ്ട്രോങ് നമ്പറാണ്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അത് 407 ആംസ്ട്രോങ് ആണ്. ദെൻ അനദർ ഒരു നമ്പർ ചെക്ക് ചെയ്ത് നോക്കി. 123 ആംസ്ട്രോങ് അല്ല. സോ അത് എൻ്റർ ചെയ്തു. നമ്പർ ഈസ് നോട്ട് ആംസ്ട്രോങ്. അപ്പോൾ ഈ ആംസ്ട്രോങ് നമ്പർ കണ്ടുപിടിക്കുന്നതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം അതിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുക, ഓർഡർ കണ്ടുപിടിക്കുക, പിന്നെ ഓരോ നമ്പർ എടുക്കുക, അതിനെ സംഭവിക്കുക, അതിൻ്റെ പവർ കാണുക. അതായത് ആ നമ്പർ ഓഫ് ഡിജിറ്റ്സിൻ്റെ ഈ ഡിജിറ്റിൻ്റെ പവർ കാണുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എൻ്റെ പ്രോഗ്രാമാണ്, കറക്റ്റെന്ന് ഞാൻ പറയത്തില്ല. ഇത് ഞാനൊരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഡിയയിൽ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാം. ഇവിടെ ഈ ഓർഡറൊന്നും കണ്ടുപിടിക്കേണ്ട, ജസ്റ്റ് ഈ ഡെഫിനിഷൻ ഫങ്ഷനൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് ഈ നമ്പറിൻ്റെ ഇവിടെ ഓർഡറൊന്നും എടുക്കേണ്ട. അതിന് പകരം നമുക്ക് x ഈക്വൽ ടു സ്ട്രിങ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത് ഓഫ് സ്ട്രിങ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേനും അവിടെ ഒരു വാല്യൂ കിട്ടും. അതിനെ നമുക്ക് വൈ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ വെച്ചാൽ ഇത്രയും ഈ ഒരു ഫങ്ഷൻ്റെ ആവശ്യമേ വരുന്നില്ല. എന്നിട്ട് ആ നമ്പർ കൊണ്ട് ബാക്കി ഇത് ചെയ്യാം. പിന്നെ 3 പവറൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താണ് 3 പവറിന് മാത്രമായിട്ടൊരു ഡിഫൈൻ ചെയ്ത് ഫങ്ഷൻ ചെയ്ത് ചെയ്യാം. പിന്നെ വേറൊരു രീതി എന്ന് വെച്ചാൽ ഇവിടെ പവർ നമുക്ക് ഈ ഇൻറ്റു ഇവിടെ ഇപ്പോൾ ഒരു 3 ഡിജിറ്റ്സ് നമ്പറിൻ്റെ ആണ് കാണണമെങ്കിൽ അവിടെ 3 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇൻറ്റു ചെയ്ത് ഈ ഒരു പ്രോഗ്രാം മാത്രം എഴുതി 3 എന്ന് മാത്രം ഇൻറ്റു ചെയ്ത് ചെയ്യാം. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പറാണെങ്കിൽ അവിടെ 2 എന്ന് എൻ്റർ ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ പ്രോഗ്രാംസിന് കോഡ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഐഡിയയിൽ പ്രോഗ്രാം ചെയ്യുക. ജസ്റ്റ് ഐ വിൽ ഗീവ് ദ കൺസെപ്റ്റ് ഓൺലി. So thank you.